Hi guys, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തിയോട് നമുക്ക് എങ്ങനെയാണ് സിൻസിയർ ആയിട്ട് അപ്പോളജൈസ് ചെയ്യാൻ കഴിയുക. ചില ആളുകൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ പറ്റിയ സമയത്ത് അത് അപ്പോളജൈസ് ചെയ്യണം, അവരോട് ഒരു സോറി പറയണം എന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അബദ്ധങ്ങളിലേക്ക് പോകുമോ എന്നുള്ളൊരു ടെൻഷൻ കാരണം പല ആളുകൾക്കും അത് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാറില്ല. സോ എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരു അപ്പോളജൈസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. സാധാരണ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മറ്റുള്ള വ്യക്തികളോട് സോറി പറയേണ്ട അവസ്ഥ വരാറുണ്ട് അല്ലേ. ചെറിയൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു, അതല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തു പക്ഷേ നമ്മൾ അഡ്മിറ്റ് ചെയ്തില്ല, പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുമായിരുന്നു അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അത് മോശമായി, അവരോട് സോറി പറയേണ്ടതായിരുന്നു, അങ്ങനെയൊക്കെ തോന്നുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്ക് അപ്പോളജൈസ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു സോറി പറഞ്ഞാൽ കൊള്ളാം എന്നൊക്കെ തോന്നുന്നത്. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്കൊരു വ്യക്തിയോട് സോറി പറയുക, അതിന് അപ്പോളജൈസ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തു, അതിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളല്ല മിസ്റ്റേക്ക് ചെയ്തത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിലും തീർച്ചയായും ആ വ്യക്തി അപ്പോളജൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവരോട് സോറി പറയേണ്ട, അല്ലെങ്കിൽ നമ്മൾ അപ്പോളജൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. എങ്കിലും മാത്രമേ നമുക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടേക്ക് റെസ്പോൺസിബിലിറ്റി. ആ ഒരു സംഭവത്തിൻ്റെ എന്താണോ നടന്നത് ആ കാര്യത്തിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. ഇതൊരിക്കലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, മറ്റൊരാൾക്ക് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ വേറൊരു വ്യക്തി പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. ഇതിന് നമ്മൾ സ്വയം വില്ലിങ് ആകണം എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള ഒരു വില്ലിങ് മൈൻഡ് സെറ്റാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ആ ഒരു മനസ്സുകൊണ്ട് നമ്മൾ ആ ഒരു പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. ഇതാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഇനി രണ്ടാമതായി എക്സ്പ്രസ് യുവർ റിഗ്രറ്റ്. നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്ന ഒരു ഫീലിങ്സ് ഉണ്ടായിരിക്കും, അവരോട് സോറി പറയാനായിരിക്കാം, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക. കൂടുതൽ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടേതായ ഭാഷയിൽ, നിങ്ങളുടേതായ ശൈലിയിൽ എങ്ങനെയാണോ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക ആ ഒരു ഫീലിങ്സ്, നിങ്ങൾക്കിപ്പോൾ സോറി പറയാനാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ, അതല്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കഴിയുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ, അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നത് അത് അതുപോലെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ശൈലിയിൽ ചെയ്യുമ്പോൾ ആ ഒരു സിൻസിയറിറ്റി നിങ്ങൾക്കതിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈ 2 സ്റ്റെപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ കറക്റ്റായിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് അപ്പോളജൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട്, ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അപ്പോളജൈസ് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ഹൃദയം അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, അപ്പോൾ അവരൊന്ന് ജസ്റ്റ് അനാവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു സന്ദർഭത്തിൽ അവരെ അടിക്കേണ്ടി വന്നു. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു അവരുടെ ഹൃദയം വേദനിപ്പിച്ച രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിപ്പിച്ച രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത രീതിയിൽ, ഇങ്ങനെ എന്താണോ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തത് അത് നിങ്ങൾക്ക് റീബിൽഡ് ചെയ്യാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് സിമ്പിളായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം. അതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ ആ ഒരു അപ്പോളജൈസ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും മാത്രം ചെയ്താൽ മതി. ബിക്കോസ് ഫസ്റ്റ് 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ സിൻസിയർ ആയിട്ട് നിങ്ങളുടെ ആ ഒരു ക്ഷമാപണം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ 3ാമത്തെ സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. 4ാമതും ഫൈനലും, നമ്മൾ ഓൾറെഡി ഒരു മിസ്റ്റേക്ക് ചെയ്തു, അത് നമ്മൾ അഡ്മിറ്റ് ചെയ്തു, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്തു, നമ്മൾ സോറി പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് വീണ്ടും അതിനെ തന്നെ ചേസ് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ 3ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു, നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ബ്രോക്കൺ ആയിട്ടുണ്ട്, അതൊന്ന് റീബിൽഡ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ആ ഒരു വ്യക്തിയുടെ ട്രസ്റ്റ് ഞാൻ വീണ്ടെടുത്തേ
മതിയാകുമോ, അല്ലെങ്കിൽ ഇനി അത് തന്നെയാണ് എൻ്റെ പരിശ്രമം എന്ന രീതിയിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അതിന് സാധിക്കാതെ വരും. ബിക്കോസ് അത് കൂടുതൽ അബദ്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ മിസ്റ്റേക്കുകളിലേക്കോ പോകാൻ സാധ്യതയുണ്ട്. സോ ഏറ്റവും അവസാനമായി നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സിൻസിയർ ആയിട്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ക്ഷമാപണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് മുന്നോട്ട് ആ വ്യക്തിയോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ സാധിക്കുകയുള്ളൂ. സോ നാലാമതായിട്ട് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. ഈ 4 സ്റ്റെപ്പ് നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു വ്യക്തിയോട് വളരെ ആത്മാർത്ഥമായിട്ട് ക്ഷമാപണം നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ മറക്കരുത്. എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം.